പാർലമെന്റിൽ നിന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. സഭാ നടപടികൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതോടെയാണ് സ്പീക്കർ സഭാ നടപടികൾ അഡ്ജേൺ ചെയ്തിരിക്കുന്നത്. ഡി ധനസുമോദ് ഡൽഹിയിൽ ചേർന്നു. ധനസുമോദ്, സഭ ഇതേ ഒരൊറ്റ വിഷയത്തിലല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന നില സ്വീകരിച്ചിരിക്കുകയാണോ പ്രതിപക്ഷം? സഭ ചേർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സഭ പിരിയുകയായിരുന്നു. കാരണം 11 മണിക്കാണ് സഭ തീർന്നത്. പക്ഷേ സഭ ചർച്ചയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ പാർട്ടികളെല്ലാം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് അവരുടെ തലകുത്തി പലരൊക്കെയും ചികിത്സ നൽകാതെ തന്നെ വലിച്ചതൊക്കെയായിരുന്നു റോഡിലൂടെ. ഇക്കാര്യങ്ങളെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് കൃത്യമായ ഒരു ചർച്ച ഇതിനകത്ത് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ പോലും കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിലെല്ലാം കൃത്യമായ ചർച്ച വേണം എന്നാവശ്യപ്പെട്ട് ആദ്യം പാർലമെന്റ് ചേരുന്നതിന് മുമ്പ് പാർലമെന്റിന്റെ കവാടത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എംപിമാർ, കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ഇതുകൂടാതെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധിച്ചത്. അതിനുശേഷമാണ് അവർ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പാർലമെന്റിന്റെ ഉള്ളിലും ഈ പേപ്പർ ലീക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം എന്നുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത്. പരീക്ഷ അട്ടിമറി കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി എടുത്ത് പന്താടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം കൂടി വളരെ ശക്തമായിട്ട് തന്നെയായിരുന്നു അവർ ഉന്നയിച്ചത്. പക്ഷേ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് പാർലമെന്റ് 12 മണി വരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. പാർലമെന്റ് നടപടിക്രമങ്ങൾ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പാർലമെന്റ് ആരംഭിച്ചപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു.